ഷിജ, ഞാൻ പറഞ്ഞു വരികയായിരുന്നു, ഈ SUCയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആശാ വർക്കർമാർ നടത്തുന്ന സമരം കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ് മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഒരു മഴവിൽ സഖ്യമാണ് ഇതിന് പിന്നിൽ, അവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ SUCയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരത്തിലെടുക്കുന്നത്. ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. അത് അദ്ദേഹം പറയാതെ തന്നെ നമ്മൾക്കൊക്കെ സ്വാഭാവികമായും സാമാന്യബോധമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്, അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ അവർക്ക് വരണ്ട, ശമ്പളം അവർക്ക് വേണ്ട, ഒറ്റയടിക്ക് 7,000 രൂപ 21,000 രൂപയാക്കി കിട്ടിയാൽ മതി. അത് നടക്കില്ല, തീർത്തും അപ്രായോഗികമായ ഒരു കാര്യമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് സർക്കാർ അത് നടപ്പിൽ വരുത്തില്ല എന്ന് പറഞ്ഞ് അത് ചർച്ച പരാജയം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം. മറ്റൊന്ന്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ദില്ലിയിൽ പോയതുമായി ബന്ധപ്പെട്ട് ആ കൂടിക്കാഴ്ച നിഷേധിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് എപ്പോൾ അനുമതി തേടി, എന്തിനനുമതി തേടി, എന്തിനു പോയി എന്ന തരത്തിൽ വലിയ രീതിയിൽ അതിനെ വളച്ചൊടിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. വിനിഷ, ഇതിൽ കാണേണ്ടത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, അതായത് ഏകദേശം 99% ആശമാരും സംസ്ഥാനത്തുള്ളവരിൽ അവർ ജോലിയിൽ ആണ്. അവർ ഒരു തരത്തിലുള്ള സമരത്തിലുമല്ല. കേവലം 1% പേർ മാത്രമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. അത് തന്നെ SUCയുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു സമരം അവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. ഇവരുടെ ആവശ്യങ്ങളിൽ പ്രധാനമായും ഈ ആശാ വർക്കർമാരാകട്ടെ അല്ലെങ്കിൽ അംഗനവാടി ജീവനക്കാരാകട്ടെ, ഇവരെയെല്ലാം തൊഴിൽ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഏറെ നാളുകളായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറല്ല. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗൻവാടി ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആശാ വർക്കർമാർക്കോ ഒരു തരത്തിലുള്ള പരാതിയുമില്ല എന്നുള്ളതാണ്. അതായത് ഈ സമരം ചെയ്യുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു ആത്യന്തിക ലക്ഷ്യമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ആ സമരപന്തലിൽ പോകുമ്പോഴും അവിടെ ഈ സംസ്ഥാന സർക്കാർ, അതായത് LDFന്റെ ഒരു പ്രകടന പത്രികയുടെ ഒരു ഭാഗം ഇങ്ങനെ അവരുടെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന പോസ്റ്ററിൽ കണ്ടു. അതിൽ പക്ഷേ വരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ പോസ്റ്റർ അവിടെ ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ പറയുന്നത്, ഈ പ്രകടന പത്രികയിൽ പറയുന്നത് മിനിമം കൂലി 700 രൂപയാക്കുക എന്നുള്ളത് തന്നെയാണ് LDFന്റെ പ്രകടന പത്രിക ഉറപ്പാക്കുന്നത്. അത് നടപ്പാക്കുമെന്ന്. പക്ഷേ ഈ മിനിമം കൂലി 700 രൂപ എന്ന് പറയുമ്പോൾ അത് തൊഴിലാളികൾക്കാണ്, തൊഴിലാളികളായി പരിഗണിക്കുന്നവർക്കാണ്. ഇവർ ഇതുവരെയും തൊഴിലാളികൾ എന്നൊരു പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ആ രീതിയിൽ ഒരു ഭാഗം, അതിന് തൊട്ടടുത്ത താഴെയുള്ള ഭാഗത്തിലാണ് ഈ അംഗൻവാടി ജീവനക്കാർ അല്ലെങ്കിൽ ആശാ വർക്കർമാർ ഇവരുടെ എല്ലാം ഓണറേറിയം കാലോചിതമായി ഉയർത്തുക, അത് തുടരും, അത് ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, അത് എഡിറ്റ് ചെയ്ത് ചേർത്ത് വെച്ചുകൊണ്ട് വരുന്നവരെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് രണ്ടും ചേർത്ത് വെച്ച് ആശാ വർക്കർമാർക്ക് 700 രൂപ മിനിമം കൂലി നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളൊരു അവകാശവാദമൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ്, ഈ രീതിയിലുള്ളൊരു തെറ്റായ പ്രചരണമാണ് സംസ്ഥാനമൊട്ടാകെയായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ, LDF സർക്കാർ 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ 1000 രൂപ, അതായത് UDF പ്രഖ്യാപിക്കുന്നു 500-ൽ നിന്നും 1000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് LDF സർക്കാർ വന്നതിന് ശേഷമാണ് നൽകി തുടങ്ങുന്നത്. ആ 1000 രൂപയിൽ നിന്ന് തുടങ്ങി ഇന്ന് 7000 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ് അവരുടെ ഓണറേറിയം മാത്രം. അത് സംസ്ഥാനം മാത്രം നൽകുന്നതാണ് ഈ ഓണറേറിയം എന്ന് പറയുന്നത്. ഇൻസെന്റീവ്, അവർ ചെയ്യുന്ന ജോലിക്കുള്ള ഇൻസെന്റീവ്, ആ ഇൻസെന്റീവ് എന്ന് പറയുന്നതിലാണ് സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെ വിഹിതം വരുന്നത്. അതിൽ 60% കേന്ദ്രം, 40% സംസ്ഥാനം എന്ന നിലയിലാണ്. അപ്പോൾ ഈ തുക പോലും കേന്ദ്രം കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ആ കുടിശ്ശിക സഹിതമാണ് സംസ്ഥാന സർക്കാർ തുക നൽകി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ ഇനി മറ്റ് അവർ ചെയ്യുന്ന അനുബന്ധ പ്രവൃത്തികൾക്ക് വേണ്ടി അവർക്ക് ഇൻസെന്റീവുകൾ ലഭിക്കുന്നു. അങ്ങനെ ഒരു ആശാ വർക്കർക്ക്, കാരണം ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നത് വലിയ തോതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ആശാ വർക്കർമാർ പറഞ്ഞിരുന്നു. അത് ഈ സമരം ആരംഭിച്ചപ്പോൾ, അതായത് CITU ഉൾപ്പെടെയുള്ളവർ ഈ സമരരംഗത്ത് ഉണ്ടായിരുന്ന സമയത്ത് മന്ത്രിയുമായി ചർച്ച നടത്തി. അതിൽ ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പു നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഉത്തരവൊക്കെ ഇറങ്ങിയിരുന്നു. ഈ മാനദണ്ഡത്തിലുള്ള ഇളവ് വരുമ്പോൾ കേവലം 2 ദിവസം, മാസത്തിൽ 2 ദിവസം ജോലിക്ക് പോകുന്ന ആശാപ്രവർത്തകർക്കും കൃത്യമായി
കൃത്യമായ രീതിയിൽ 10,000 രൂപ കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യമുള്ളത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ സംസ്ഥാനം പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് കേന്ദ്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ തൊഴിലാളികളായി പരിഗണിക്കുക. ഈ തൊഴിലാളികളായി പരിഗണിച്ചാൽ തന്നെ അവരുടെ ജീവിതത്തിന്റെ നിലവാരം അവരുടെ സാഹചര്യം മുഴുവൻ മാറും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അതിന് കേന്ദ്രം തയ്യാറല്ല. പക്ഷെ അതിൽ കേന്ദ്രത്തോട് ഒരു തരത്തിലുള്ള വിയോജിപ്പും ഈ സമരം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമോ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അവിടെ എത്തുന്ന ബി ജെ പി നേതാക്കൾ പോലും കേന്ദ്രത്തിന്റെ ഈ സമീപനത്തെ അവർ തെറ്റായി കാണുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണം അല്ലെങ്കിൽ രാഷ്ട്രീയ സമരം മാത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആശമാരുടെ സമരത്തെ കാണാൻ സാധിക്കുക. പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ തന്നെ അതിപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, LDF കൺവീനർ ആകട്ടെ അല്ലെങ്കിൽ മന്ത്രിയാകട്ടെ, എല്ലാവരും പറയുന്നത് പോലെ തന്നെ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആ സമരം എന്തിനു വേണ്ടി എന്നുള്ളത് അവർ കൃത്യമായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം. മന്ത്രി തന്നെ പറയുന്നു, ഞാൻ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ നിങ്ങൾക്കൊപ്പം വരാം, നിങ്ങൾ എന്റെ കൂടെ വരൂ, നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമരത്തിനും തയ്യാറല്ല അവർ. സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് സമരം. ഇതാണ് ആ ഒരു സമരത്തിന്റെ രീതി എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മന്ത്രിക്കെതിരെ നടക്കുന്ന തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കണ്ടു തന്നെ പോകേണ്ടതാണ്. കാരണം വലിയ തോതിൽ വ്യക്തിപരമായി മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലാണ് ഇതിന്റെ തുടക്കം മുതൽ ഈ SUCI എന്നീ സമരം ഏറ്റെടുത്തോ അന്ന് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രിയുടെ വീട്ടിലെത്തുന്നു, മന്ത്രിയുടെ കുടുംബത്തുള്ളവരെ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ചില തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അതിനു പുറമെ മന്ത്രി ദില്ലിയിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ വലിയ തോതിൽ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു. അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കാരണം മന്ത്രി ഈ ബുധനാഴ്ച 19-ാം തീയതിയാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുള്ളത്. അത് രാവിലെയാണ് എന്നുള്ളത് മന്ത്രിയുടെ ഇമെയിൽ രേഖ, പുറത്തു വന്ന ഇമെയിൽ രേഖയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടെ എത്തുന്നു, ഈ മന്ത്രിയെ നേരിൽ കാണാൻ, കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടുള്ള അന്ന് വൈകുന്നേരം വരെയും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുന്നു. പക്ഷേ കാണാൻ സാധിക്കുന്നില്ല. അതേ തുടർന്ന് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്നൊരു സാഹചര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഉണ്ടായത്. പക്ഷേ ഇത്രത്തോളം ഗുരുതരമായ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു വലിയൊരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു സമരത്തിന്റെ ഒരു ഗൗരവം അതൊക്കെ ആ രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിക്ക് JP നദ്ദയ്ക്ക് സംസ്ഥാന മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താമായിരുന്നു. ഈ വിഷയത്തിൽ എന്താണ് ഈ വിഷയത്തിനുള്ളൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഒരു ചർച്ചയെങ്കിലും മിനിമം നടത്താമായിരുന്നു എന്നുള്ള കാര്യം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം മന്ത്രിയെ കണ്ടില്ല, ശരി, അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പാർലമെന്റിന്റെ അകത്ത് ഇന്നലെ ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അപ്പോൾ പറയുന്നത് ഇത് ഈ ചർച്ചയ്ക്ക് പറ്റിയ സമയമല്ല എന്നുള്ളൊരു മറുപടിയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ ഉണ്ടാകുന്നില്ല. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടത്. അത് പ്രധാനമായും ഇപ്പോൾ കേന്ദ്രമന്ത്രി സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ കാണുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ സംസ്ഥാനം ഏറെ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് ഇവരെ തൊഴിലാളികളായി പരിഗണിക്കണം, ഇവരുടെ ഇൻസെന്റീവിൽ കാലോചിതമായ മാറ്റം വരുത്തണം. 10 വർഷമാകുന്നു ഇൻസെന്റീവ് ഇവരുടെ വർദ്ധിപ്പിച്ചിട്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം എന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സമീപനമാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസെന്റീവ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം പോലും JP നദ്ദ പാർലമെന്റിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതാണ് വസ്തുത എന്നിരിക്കെ ഈ വസ്തുതയാണ് ഒരു കൂട്ടർ, അതിപ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങളാകട്ടെ, പ്രതിപക്ഷമാകട്ടെ, ഒരു വിഭാഗം ആശമാരാകട്ടെ, ഇവർ ആരും കാണാൻ കൂട്ടാക്കാത്തത് എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. വിനിഷ.